കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ, ഇന്ന് നമ്മൾ ഇഗ്നോയുടെ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ പാർട്ടായിട്ട് MBA ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള MMPC 006 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷൻ വഴി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം MMPC 006 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബേസിക്കലി 4 ബ്ലോക്കാണ് പഠിക്കാനുള്ളത്. ഇതിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ്സ്. ഇത് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് മാർക്കറ്റിംഗ് ഓവർവ്യൂ, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് അനാലിസിസ്, മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്, കൺസ്യൂമർ ബിഹേവിയർ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ബ്ലോക്ക് 1 പഠിക്കുന്നത്. ബ്ലോക്ക് 2 നമ്മൾ നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസ് ആണ് ബ്ലോക്ക് 2 നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. അതിൽ തന്നെ പ്രൊഡക്റ്റ് ഡിസിഷൻസ്, ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് ഡിസിഷൻസ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾസ് ആൻഡ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ് ഡിസിഷൻസ് തുടങ്ങിയിട്ടുള്ള സബ് ടോപ്പിക്സ് ആണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ബ്ലോക്ക് 3 നമ്മൾ നോക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസ് എന്ന് പറയുന്ന ഏരിയാസ് ആണ് ബ്ലോക്ക് 3 മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്, അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് മാനേജിംഗ് സെയിൽസ് പേഴ്സണൽ, ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ ബ്ലോക്ക് 4 പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്ടറൽ ആപ്ലിക്കേഷൻസ് ആൻഡ് എമേർജിംഗ് ഇഷ്യൂസ് ആണ് ബ്ലോക്ക് 4 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതർ എമേർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ്, എക്സാമ്പിൾ ഗ്രീൻ മാർക്കറ്റിംഗ്, റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ബ്ലോക്ക് 4 പഠിക്കാനുള്ളത്. ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസംബർ 2021 മുതൽ ഡിസംബർ 2023 വരെയുള്ള 5 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാണ്. അതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു 5 എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസും എങ്ങനെയുള്ള ഏരിയാസ്, ഏത് ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കോംപ്രഹെൻസീവ് ആയിട്ട് അനലൈസ് ചെയ്യാണ് ഈ ഒരു സെഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 2 സെക്ഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ സെക്ഷൻ എയിൽ വരുന്നത് ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് 3 to 4 ബ്രോഡ് ക്വസ്റ്റ്യൻസ് കവറിംഗ് വാരിയസ് ടോപ്പിക്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് 1 to ബ്ലോക്ക് 4 ഒരു 3, 4, 5 ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. സെക്ഷൻ ബി നോക്കുന്ന സമയത്ത് ഒരു കേസ് സ്റ്റഡിയോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരുന്നത്. കീ ടോപ്പിക്സ് ഫ്രം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഡിസംബർ 2021 എക്സാം എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്, സർവീസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഗ്രീൻ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് പൊസിഷനിങ്, സെയിൽസ് പ്രൊമോഷൻ തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസംബർ 2021 വരുന്നത്. കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിൽ നിന്നുള്ള ക്വസ്റ്റ്യനും ഡിസംബർ 2021 വന്നിട്ടുണ്ട്. ജൂൺ 2022 നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ബിയോണ്ട് സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ്, കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് പൊസിഷനിങ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അഡ്വർടൈസിംഗ് എഫക്റ്റീവ്നെസ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് നിന്നാണ് ജൂൺ 2022 വന്നിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിന്നും ജൂൺ 2022 അറ്റംപ്റ്റിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിസംബർ 2022 സെഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഡെഫിനിഷൻസ്, ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയർ, പ്രൊഡക്റ്റ് ലെവൽസ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഡിസ്ട്രിബ്യൂഷൻ ഇൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പാക്കേജിംഗ് ഫങ്ഷൻസ്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ജൂൺ 2023 സെഷൻ നോക്കുന്ന സമയത്ത് നീഡ്സ്, സെഗ്മെന്റ് കൺസെപ്റ്റ്, ഇന്റഗ്രേറ്റഡ് ആൻഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ്,
micro and macro environmental factors, consumer product classification, product life cycle, retailer role in distribution, service marketing, people, physical evidence and place തുടങ്ങിയിട്ടുള്ള product concept തുടങ്ങിയിട്ടുള്ള questions ആണ് വന്നിട്ടുള്ളത്. കൂടാതെ benefit segmentation, sensory marketing തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നും questions വന്നിട്ടുണ്ട്. ഡിസംബർ 2023 അറ്റംപ്റ്റ് നോക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, കൺസ്യൂമർ വേഴ്സസ് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റേഷൻ, consumer decision making process, marketing communication versus integrated marketing communication, channel system and conflict, push and pull marketing in a digital context, selling concept, psychographic segmentation, role of IMC തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ചാലഞ്ചസ് ഇൻ റൂറൽ മാർക്കറ്റിംഗും ആ ഒരു അറ്റംപ്റ്റിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും പേപ്പേഴ്സ് നമ്മളൊരു പ്രിലിമിനറി അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില പാറ്റേൺസും ട്രെൻഡ്സും ആണ്. അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് കൺസിസ്റ്റന്റ് തീംസ് അക്രോസ് പേപ്പേഴ്സ്, അതായത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തീം എല്ലാ പേപ്പറിലും ഫോളോ ചെയ്തിട്ടുണ്ട്. ചില ഏരിയാസിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിലൊരു ഏരിയ ആണ് കൺസ്യൂമർ ബിഹേവിയർ. ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. frequently with a focus on decision making process and psychological factors. കൺസ്യൂമർ ബിഹേവിയറിൽ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി തന്നെ ചോദിക്കാറുണ്ട്. പിന്നീടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് മാർക്കറ്റിംഗ് മിക്സ്. ക്വസ്റ്റ്യൻ ഓഫൺ റിവോൾവ് അറൌണ്ട് അത് 4Ps. നമുക്കറിയാം 4Ps എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മാർക്കറ്റിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ഈ ഒരു 4 മാർക്കറ്റിംഗ് മിക്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ ചോദിക്കാറുള്ളതാണ്. അടുത്തതാണ് സെഗ്മെന്റേഷൻ ആൻഡ് പൊസിഷനിങ്. റെഗുലർലി എക്സ്പ്ലോർ ബോത്ത് ഫോർ കൺസ്യൂമർ ആൻഡ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്. കൺസ്യൂമർ മാർക്കറ്റിനെ പറ്റിയിട്ടും ഇൻഡസ്ട്രിയൽ മാർക്കറ്റിന്റെ ഏരിയസിലും എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് സെഗ്മെന്റ് വൈസ് നമ്മൾ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും തന്നെ ചോദിക്കാറുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്കറിയാം ഇപ്പോൾ ഡിജിറ്റൽ ട്രെൻഡ്സിനും ടൂൾസിനും സ്ട്രാറ്റജീസിനും നമുക്കറിയാം സോഷ്യൽ മീഡിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് എക്സാമിലും കാണാൻ പറ്റും. എക്സാംസിനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ്സും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് തന്നെ ചോദിച്ച് നമ്മളിപ്പോ കാണുന്നുണ്ട്. പിന്നെ ഏതൊക്കെ സിലബസ് കവറേജ് എത്രത്തോളമാണ് ഓരോ ഏരിയാസിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. ആ ഒരു സിലബസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസിന്റെ ബേസിസിൽ എത്രത്തോളം കവറേജ് ടോപ്പിക്സിന് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കൂടുതൽ വെൽ കവേർഡ് ഏരിയാസ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ ആണ്. പിന്നുള്ളത് പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസ്, പിന്നെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്, അതിൽ തന്നെ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ IMC ഫ്രീക്വന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. പിന്നെ ലെസ് എംഫസൈസ്ഡ് ഏരിയാസ്, അതായത് ഈ ഒരു ഏരിയാസിൽ നിന്ന് നമ്മൾ ഈ കഴിഞ്ഞ 5 അറ്റംപ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാത്ത ഏരിയാസ് ആണ് നമ്മൾ ജസ്റ്റ് പറയുന്നത്. എമർജിംഗ് ഇഷ്യൂസ് ആയിട്ടുള്ള ഗ്രീൻ മാർക്കറ്റിംഗ്, സെൻസറി മാർക്കറ്റിംഗ് ഒക്കെ അധികം ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറില്ല. സെക്ടറൽ ആപ്ലിക്കേഷൻസ് ബ്ലോക്ക് നോക്കുന്ന സമയത്ത് സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഇൻ സർവീസസ് ഓർ റൂറൽ മാർക്കറ്റിംഗ് ആർ നോട്ട് ആസ് പ്രോമിനന്റ്. ഈ ഒരു ഏരിയാസിൽ നിന്ന് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറില്ല. ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറയുന്നത്, നമ്മൾ ഈ ഒരു കഴിഞ്ഞ 5 അറ്റംപ്റ്റ് നോക്കുമ്പോൾ അധികം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നില്ല. ഈ ഒരു 5 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു നോട്ടബിൾ പാറ്റേൺസും ട്രെൻഡ്സും നമ്മൾ നോക്കുന്ന സമയത്ത് ഷിഫ്റ്റ് ടുവേർഡ്സ് ഡിജിറ്റൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ ഉള്ള ഒരു എംഫസൈസ് കൂടുതലായതുകൊണ്ട് ഒരു ക്ലിയർ ട്രെൻഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലും കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടും അതിന്റെ ഗ്രോത്തും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് തന്നെ നമുക്ക് ചോദിച്ച് കാണാവുന്നതാണ്. പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് റിയൽ വേൾഡ് സിനാരിയോസ്. മെനി ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ഇൻ സെക്ഷൻ ബി ഇൻവോൾവ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആൻഡ് കേസ് സ്റ്റഡീസ് എംഫസൈസിങ് റിയൽ വേൾഡ് റെലവൻസ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് തന്നെ റിയൽ വേൾഡ് സിനാരിയോസ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ, നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു സെക്ഷൻ A ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സെക്ഷൻ B ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ആപ്ലിക്കേഷൻ ലെവല് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. റിയൽ വേൾഡ് സിനാരിയോസ്, നമുക്ക് ചുറ്റിനും കാണുന്ന സിനാരിയോസ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാറ്റേൺസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു സമ്മറി ആയിട്ട് നമുക്കിപ്പോൾ ഈ ഉള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി മെൻഷൻ കൺസ്യൂമർ ബിഹേവിയർ, മാർക്കറ്റിംഗ് മിക്സ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഒരു
ഏരിയാസ് നിങ്ങൾ ഒരിക്കലും തന്നെ മിസ് ഔട്ട് ആകാണ്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ബ്രോഡ് കവറേജ് വരുന്ന രീതിയിൽ തന്നെയാണ് സിലബസിനെ മൊത്തത്തിൽ തന്നെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്കറിയാം ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെക്ഷൻ ബിയിലാണ് കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ ആൻഡ് ഗ്രീൻ മാർക്കറ്റിംഗ് ഒക്കെ ഒരു ഇൻക്രീസിങ് അറ്റൻഷൻ കിട്ടുന്ന ഏരിയാസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സും ആ ഒരു ടെക്നോളജി ഇതാക്കാനുള്ള ഇംപ്രൂവ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് പ്രാക്ടീസസ് ഏതൊക്കെയാണെന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പാറ്റേൺസ് ഇൻ ക്വസ്റ്റ്യൻ ടൈപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നിങ്ങളുടെ ഒരു കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയുണ്ട്, ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കിയാണോ പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളെ അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും മാർക്കറ്റിംഗിൽ നമ്മൾ ചോദിച്ച് കാണുന്നത്. പിന്നെ അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സെക്ഷൻ ബിയിൽ നിങ്ങൾക്കറിയാം കേസ് സ്റ്റഡീസും പ്രാക്ടിക്കൽ സിനാരിയോസും ആണ് കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കാണുന്നത്. അത് നിങ്ങളുടെ മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ്, നിങ്ങൾ തിയററ്റിക്കലി പഠിക്കുന്ന പ്രിൻസിപ്പിൾസ് എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. നമ്മൾ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു സബ്ജക്റ്റിന്റെ ഒരു ബ്ലോക്ക് വൈസ് അനാലിസിസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എത്രത്തോളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും വരുന്നു എന്നുള്ളതിന്റെ ഒരു പിക്ചോറിയൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഓരോ അറ്റംപ്റ്റിലും ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സമ്മറിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിൽ തന്നെ എത്രത്തോളം പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സെക്കൻഡ് ഗ്രാഫ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് കവറേജ്, ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ്സും, ബ്ലോക്ക് 2 പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസും, ആൻഡ് ബ്ലോക്ക് 3 ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ ഡിസിഷൻസ് നോക്കുന്ന സമയത്ത് സിമിലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ ഓരോ ബ്ലോക്കിൽ നിന്നും സിമിലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബ്ലോക്ക് 4 അതായത് സെക്ടറൽ ആപ്ലിക്കേഷൻസ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ നിന്ന് സ്ലൈറ്റ്ലി ഫ്യൂവർ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്നല്ല പറയുന്നത്, ആദ്യത്തെ 3 ബ്ലോക്സ് നോക്കുന്ന സമയത്ത് 4ാമത്തെ ബ്ലോക്കിൽ നിന്ന് അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ച് സാധാരണ കാണാറില്ല. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 4 ബ്ലോക്സാണ് പഠിക്കാനുള്ളത്. എപ്പോഴും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് ആദ്യത്തെ 3 ബ്ലോക്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പെർസെന്റേജ് അനാലിസിസ് നോക്കുന്ന സമയത്ത് എല്ലാ ബ്ലോക്സിൽ നിന്നും എസ്പെഷ്യലി ആദ്യത്തെ 3 ബ്ലോക്സിൽ നിന്നും ഏകദേശം 20 to 30% ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. there are no blocks with consistently very high, അതായത് 30%നേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 20%നേക്കാളും കുറഞ്ഞ ക്വസ്റ്റ്യൻസോ വരുന്ന രീതിയിൽ ബ്ലോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. No specific blocks have been identified as having consistently higher or lower frequencies that warrant special attention. നമ്മൾ ഈ ഒരു 5 അറ്റംപ്റ്റിന്റെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരത്തെ ഒരു അനാലിസിസ് വെച്ചിട്ട് 4 ബ്ലോക്കിൽ ആദ്യത്തെ 3 ബ്ലോക്സിൽ നിന്നാണ് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുമ്പോൾ ഓരോ യൂണിറ്റിൽ നിന്ന് എത്രത്തോളം ഈ കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങളിപ്പോ കാണുന്നത്. ഈ ഒരു ഡയഗ്രാം നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസംബർ 2021 മുതൽ ഡിസംബർ 2023 വരെയുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് യൂണിറ്റ് വൈസ് എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ കൺസിസ്റ്റന്റ്ലി ടാർഗറ്റഡ് യൂണിറ്റ്സ്, കൂടുതലായിട്ട് എല്ലാ അറ്റംപ്റ്റിലും ഒരുപോലെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് 1.12 യൂണിറ്റ് 1.5 ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റ്സ്, ഈ ഒരു യൂണിറ്റ്സിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് യൂണിറ്റ് 1.12 യൂണിറ്റ് 1.5 ഇമ്പോർട്ടൻസ് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. പിന്നെ യൂണിറ്റ് 4.1 to 4.2 കൺസ്യൂമർ ബിഹേവിയർ,
ഇതും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയാസ് ആണ്. നമ്മൾ ബിഗിനിങ് മുതൽ പറയുന്നുണ്ട് കൺസ്യൂമർ ബിഹേവിയർ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. പിന്നെ മോഡറേറ്റ്ലി ടാർഗറ്റഡ് യൂണിറ്റ്സ്, അതായത് ഈ രണ്ട് യൂണിറ്റ് ആദ്യം ഡിസ്കസ് ചെയ്തതിനേക്കാളും കുറച്ച് കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് തന്നെയാണ്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് അനാലിസിസും പിന്നെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ യൂണിറ്റ് 3.1 ടു യൂണിറ്റ് 3.2 മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് തുടങ്ങിയിട്ടുള്ള യൂണിറ്റ്സും ഫ്രീക്വന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. ലെസ് ഫ്രീക്വന്റ്ലി ടാർഗറ്റഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഫ്രം ബ്ലോക്ക് 4. നേരത്തെ നമ്മൾ പറഞ്ഞു സെക്ടറൽ ആപ്ലിക്കേഷൻസ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് അത്ര ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നില്ല. ഈ യൂണിറ്റ്സിൽ നിന്ന് തന്നെ നമ്മൾ നേരത്തെ സ്പെസിഫൈ ചെയ്തിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഗ്രീൻ മാർക്കറ്റിംഗ് വരാറുണ്ട് എക്സാംസിന്, നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ബട്ട് അത്ര ഫ്രീക്വന്റ് ആയിട്ടല്ല, ബട്ട് സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻസ് പ്രസന്റ് ആവാറുണ്ട് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും ഗ്രീൻ മാർക്കറ്റിംഗും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കമ്പയർഡ് ടു അതർ ബ്ലോക്സ് അത്ര ഫ്രീക്വന്റ് ആയിട്ട് വരാറില്ല എന്നുള്ളത് മാത്രം. പിന്നെ വാരിയബിൾ ഫ്രീക്വൻസി യൂണിറ്റ്സ് റിലേറ്റഡ് ടു പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസ് ബ്ലോക്ക് 2 വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ അത് ഒരു ഹൈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നു, ലോ ഫ്രീക്വന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്രീക്വന്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഈ ഒരു ഡയഗ്രമാറ്റിക്കൽ ഇതും നമ്മുടെ ഒരു അനാലിസിസും വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ യൂണിറ്റ്സും എല്ലാ ബ്ലോക്സും എന്താ പറയാ ഒരു ബാലൻസ്ഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ യൂണിറ്റ്സും എല്ലാ ബ്ലോക്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ബട്ട് സെക്ടറൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ലാസ്റ്റത്തെ 4th ബ്ലോക്കിൽ നിന്നൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗും ഗ്രീൻ മാർക്കറ്റിംഗും ഒക്കെ. ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ഇത് നോക്കുന്ന സമയത്ത് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് ഫ്രീക്വന്റ്ലി ടാർഗറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് എക്സാംസിന് വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.4 യൂണിറ്റിലെ നീഡ്സ്, വാണ്ട്സ് ആൻഡ് ഡിമാൻഡ്സ് എന്ന് പറയുന്ന ഏരിയ. പിന്നെ 1.10 എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, നേരത്തെ പറഞ്ഞാണ് 4 P's നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അടുത്തത് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ദീസ് ടോപ്പിക്സ് അപ്പിയർ കൺസിസ്റ്റന്റ്ലി അക്രോസ് മൾട്ടിപ്പിൾ എക്സാംസ് ഇൻഡിക്കേറ്റിംഗ് ദ ഫണ്ടമെന്റൽ ഇമ്പോർട്ടൻസ് ഇൻ ദ കരിക്കുലം. ഈ ഒരു 3 ടോപ്പിക്സ് എപ്പോഴും എക്സാംസിന് റിപ്പീറ്റഡ്ലി വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു അറ്റംപ്റ്റിലും ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. അടുത്തത് മോഡറേറ്റ്ലി ടാർഗറ്റഡ് ടോപ്പിക്സ് ആണ്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. വാട്ട് ഡസ് ദ ടേം മാർക്കറ്റിംഗ് മീൻ? മാർക്കറ്റിംഗ് നിങ്ങളുടെ ടോപ്പിക്, നിങ്ങളുടെ ഒരു സബ്ജക്ട് തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. അതിലെ മാർക്കറ്റിംഗിന്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് പഠിച്ചിരിക്കണം. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്നുള്ളതും പഠിച്ച് വയ്ക്കണം. അടുത്തത് ലെസ് ഫ്രീക്വന്റ്ലി ടാർഗറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്, firm orientation towards its customers, developing a marketing mix, 4 A's framework in relation to 4 P's of marketing mix. ഈ ഒരു ടോപ്പിക്സ് ലെസ് ഫ്രീക്വന്റ്, അതായത് എല്ലാ അറ്റംപ്റ്റിലും വന്നിട്ടില്ലെങ്കിൽ പോലും ദീസ് ആർ സ്റ്റിൽ റെലവെന്റ്. ഇത് വീണ്ടും നമുക്ക് ഈ ഒരു അറ്റംപ്റ്റിൽ ചോദിച്ചുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, റിപ്പീറ്റഡ്ലി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഏരിയാസും കൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. അടുത്തത് കൺസിസ്റ്റന്റ്ലി ലോവർ ഫ്രീക്വൻസി ടോപ്പിക്സ്, ബേസിക് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രോസസ്, മിസ്കൺസെപ്ഷൻ അബൌട്ട് മാർക്കറ്റിംഗ്. ഈ ടോപ്പിക്സ് ഒക്കെ അധികം അങ്ങനെ ചോദിച്ച് നമ്മൾ കാണാറില്ല, പക്ഷെ ഈ ഒരു അറ്റംപ്റ്റിൽ ചോദിച്ചുകൂടാന്ന് നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ. അടുത്തത് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഏരിയാസിൽ നിന്ന് എത്രത്തോളം മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബാർ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ആവറേജ് മാർക്സ്, അതായത് മിനിമം ഒരു 4 മാർക്കിന് എല്ലാ എക്സാംസിനും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നീഡ്സ്, വാണ്ട്സ് ആൻഡ് ഡിമാൻഡ്സ്, എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ഈ ഒരു 3 ഏരിയാസിൽ നിന്ന് എപ്പോഴും ഒരു 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എങ്കിലും എപ്പോഴും എക്സാംസിന് വരുന്നുണ്ട്. അടുത്തത് ഒരു മോഡറേറ്റ് ആവറേജ് മാർക്സ്, ഒരു 3 മാർക്സ് പെർ എക്സാമിനൊക്കെ വന്നിട്ടുള്ളതാണ്. വാട്ട് ഡസ് ദ ടേം മാർക്കറ്റിംഗ് മീൻ? ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ്, ബേസിക് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, 1.6 യൂണിറ്റ് നമ്പർ ആണ് അതിലൊക്കെ സ്പെസിഫൈ ചെയ്യുന്നത്. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? ഫേം ഓറിയന്റേഷൻ ടുവേർഡ്സ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്, കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, ഡെവലപ്പിംഗ് എ മാർക്കറ്റിംഗ് മിക്സ്, 4 A's framework in relation to 4 P's of marketing mix, marketing strategy process, misconception about marketing. ഇത്രയും ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കൊരു മാർക്ക് വൈസ് എപ്പോഴും റിപ്പീറ്റഡ്ലി വരാറുള്ളത്. ഈ ഒരു അനാലിസിസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നീഡ്സ്, വാണ്ട്സ് ആൻഡ് ഡിമാൻഡ്സ്, എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഒക്കെ, സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഒക്കെ കൺസിസ്റ്റന്റ്ലി ഹയർ മാർക്സിന് എപ്പോഴും ക്വസ്റ്റ്യനിൽ
വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഹയർ മാർക്സിനും ഒരു ആവറേജ് ഹയർ മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും തന്നെ എന്താ എക്സാമിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കാൻ നോക്കുക. ഇങ്ങനത്തെ ഏരിയാസ് ഒക്കെ ഫസ്റ്റ് പഠിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രം ലോവർ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ നീഡ്സ്, വാണ്ട്സ് ആൻഡ് ഡിമാൻഡ്സ്, എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്, സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ഒക്കെ ഒരിക്കലും മിസ്സാക്കാണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ അറ്റംപ്റ്റിൽ നിന്നും നമുക്ക് റിപ്പീറ്റഡ്ലി വീണ്ടും 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 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, സെക്കൻഡ് വൺ ഇത് ഡിസംബർ 2021 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഫസ്റ്റ് വൺ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്, സർവീസ് characteristics, green marketing, product positioning, sales promotion, consumer buying behavior, branding, psychological factors in consumer behavior. ജൂൺ 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്, സെയിൽസ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ്, കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് പൊസിഷനിങ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, അഡ്വർടൈസിംഗ് എഫക്റ്റീവ്നെസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബ്രാൻഡ് പ്രൊമോഷൻ ഇൻ റൂറൽ മാർക്കറ്റ്സ്, പാക്കേജിംഗ് ഫോർ റൂറൽ മാർക്കറ്റ്. അടുത്തത് ഡിസംബർ 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഡെഫിനിഷൻസ്, ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയർ, പ്രൊഡക്റ്റ് ലെവൽസ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഡിസ്ട്രിബ്യൂഷൻ ഇൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പാക്കേജിംഗ് ഫങ്ഷൻസ്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, സെഗ്മെന്റേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്, ഫുൾ മാർക്കറ്റിംഗ് അപ്രോച്ച്. അടുത്തത് ജൂൺ 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നീഡ്സ്, സെഗ്മെന്റ്, കൺസെപ്റ്റ്, ഇന്റഗ്രേറ്റഡ് ആൻഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം ഇന്റഗ്രേറ്റഡ് ആൻഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒക്കെ റിപ്പീറ്റഡ്ലി എല്ലാ അറ്റംപ്റ്റിനും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഏരിയാസ് ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. അടുത്ത സെക്കൻഡ് വൺ മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, കൺസ്യൂമർ പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻ, ഫോർത്ത് വൺ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. ഫിഫ്ത് വൺ റീറ്റെയിലർ റോൾ ഇൻ ഡിസ്ട്രിബ്യൂഷൻ, സിക്സ്ത് വൺ സർവീസ് മാർക്കറ്റിംഗ്, പീപ്പിൾ, ഫിസിക്കൽ എവിഡൻസ് ആൻഡ് പ്ലേസ്. അടുത്ത സെവൻത് വൺ പ്രൊഡക്റ്റ് കൺസെപ്റ്റ്. എയ്ത്ത് ക്വസ്റ്റ്യൻ ബെനിഫിറ്റ് സെഗ്മെന്റേഷൻ, നയൻത് വൺ സെൻസറി മാർക്കറ്റിംഗ്, ടെൻത്ത് വൺ STP പ്ലാൻ ഫോർ ഇലക്ട്രിക് ബൈക്ക്. അടുത്തത് ഡിസംബർ 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, സെക്കൻഡ് വൺ കൺസ്യൂമർ വേഴ്സസ് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റേഷൻ, തേർഡ് വൺ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഫോർത്ത് വൺ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ വേഴ്സസ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ IMC വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി വരുന്നുണ്ട് കേട്ടോ. ഫിഫ്ത് വൺ ചാനൽ സിസ്റ്റം ആൻഡ് കോൺഫ്ലിക്ട്, സിക്സ്ത് വൺ പുഷ് ആൻഡ് പുൾ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ. ഈ ഒരു ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ച് കാണുന്നത്. സെവൻത് വൺ എന്ന് പറയുന്നത് സെല്ലിംഗ് കോൺസെപ്റ്റ്, എയ്ത്ത് വൺ സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ, നയൻത് വൺ റോൾ ഓഫ് IMC വീണ്ടും റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. ടെൻത്ത് വൺ ചാലഞ്ചസ് ഇൻ റൂറൽ മാർക്കറ്റിംഗ്. ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം റിപ്പീറ്റിംഗ് നേച്ചറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റിക്കറിംഗ് ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്നുള്ളത് ഡിസംബർ 2021 ആ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ വന്നിട്ടുണ്ട്. ജൂൺ 2022 കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വന്നിട്ടുണ്ട്. ഡിസംബർ 2023 കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് 2 വന്നിട്ടുണ്ട്. അടുത്തത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ നോക്കുന്ന സമയത്ത് ഡിസംബർ 2022 പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. 23 പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ചോദിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റിൽ നോക്കുന്ന സമയത്ത് ഡിസംബർ 2021 മാർക്കറ്റിംഗ് എൻവയോൺമെന്റും ജൂൺ 2023 മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അടുത്തത് മാർക്കറ്റ് സെഗ്മെന്റേഷനിൽ ഡിസംബർ 2021 23 കൺസ്യൂമർ വേഴ്സസ് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റേഷനിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഇനീഷ്യലി തൊട്ട് പറയുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണെന്ന്. അത് ജൂൺ 2022 ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2022 ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ജൂൺ 2023 ആയപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ STP പ്ലാൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് നോക്കുന്ന സമയത്ത് ഡിസംബർ 2021 ജൂൺ 2022 സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. ഗ്രീൻ മാർക്കറ്റിംഗ് നോക്കുന്ന സമയത്ത് ഡിസംബർ 2021 ഡിസംബർ 2023 ചാലഞ്ചസ് ഇൻ റൂറൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ടു സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാറ്റേൺ അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻ ആണ്. നമുക്ക് ഇത്ര നാളത്തെ വന്നിട്ടുള്ള ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ഹൈ റിക്കറൻസ്, അതായത് വീണ്ടും വീണ്ടും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്.
ഫസ്റ്റ് വൺ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. പല എക്സാംസിനും മൾട്ടിപ്പിൾ ടൈം റിക്കർ ചെയ്ത് വീണ്ടും വീണ്ടും വരുന്നത് കൊണ്ട് ഒരു ഹൈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ലൈക്ലി ടു അപ്പിയർ അഗൈൻ ഡ്യൂ ടു ഇറ്റ്സ് ഫണ്ടമെന്റൽ റോൾ ഇൻ മാർക്കറ്റിംഗ്. ഈ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗിന്റെ ഒരു ബേസ് കൺസെപ്റ്റ് ആയതുകൊണ്ട് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഈ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ നമ്മൾ കഴിഞ്ഞ 5 അറ്റംപ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ 2 പ്രാവശ്യം റിക്കർ ചെയ്യണം നമ്മൾ കണ്ടു. അപ്പൊ അത് വീണ്ടും ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് നോക്കുന്ന സമയത്ത് റിക്കേഴ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എസെൻഷ്യൽ ഫോർ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് മാർക്കറ്റിംഗ് അനാലിസിസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ഇൻക്രീസിംഗ് ട്രെൻഡ്സ് ടുവേർഡ്സ് ഡിജിറ്റൽ ടോപ്പിക്സ് ഹൈലി ലൈക്ലി ടു റീഅപ്പിയർ ഗിവൺ its relevance in modern marketing. Product positioning key concept in marketing strategy frequently tested due to its application in various marketing scenarios. Product positioning ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയാസിൽ നിന്ന് വരുന്നത് കണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ഇനി സജസ്റ്റഡ് ടോപ്പിക്സ് ആണ്. ഇപ്പൊ ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ടോപ്പിക്സ് വെച്ചിട്ട് അടുത്ത എക്സാംസിന് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് നോക്കുന്ന സമയത്ത് അത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഏരിയക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. സെക്കൻഡ് വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. തേർഡ് വൺ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഫോർത്ത് വൺ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ആൻഡ് ഫിഫ്ത് വൺ പ്രൊഡക്റ്റ് പൊസിഷനിങ്. ഈ ഒരു ഏരിയാസ് ഈ ഒരു 5 ഏരിയാസ് നിങ്ങൾ ഒരിക്കലും തന്നെ മിസ്സാക്കാണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ആൻഡ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. ഈ ഒരു 5 ഏരിയ അല്ലെങ്കിൽ 5 ടോപ്പിക് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിച്ചിട്ട് മാത്രം തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അടുത്തത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു അനാലിസിസിന്റെ ബേസിൽ, ഈ ഒരു പ്രീവിയസ് എക്സാം പേപ്പേഴ്സിന്റെ അനാലിസിസിന്റെ ബേസിൽ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് കീ ഫോക്കസ് ഏരിയാസും റിക്കറിംഗ് ടോപ്പിക്സും നിങ്ങളുടെ എങ്ങനെയാണ് ആ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കേണ്ട ആ ഒരു പാറ്റേൺ നിങ്ങളെ അടുത്ത് ഓൾറെഡി നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ എല്ലാവരും ആ ഒരു കറന്റ് ട്രെൻഡ് നോക്കിയിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഈ ഫോക്കസ് ഏരിയാസ് ഓൾറെഡി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗും പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഡിഫറെന്റ് ആ ഒരു സ്റ്റേജസ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. ഈ ഒരു സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രം തന്നെ നമുക്ക് എക്സാമിന് ആ ഒരു പോയിന്റ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് ആൻസർ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് നോക്കുന്ന സമയത്ത് ഒരു ഫൗണ്ടേഷണൽ ഇതാണ്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എഫക്ട് ചെയ്യുന്ന മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഏതാണ്, അവരുടെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സിന്റെ ഇമ്പാക്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ എങ്ങനെയാണ് ആ ഒരു ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ് മാർക്കറ്റിംഗ് ഡിസിഷൻസിനെ എഫക്ട് ചെയ്യുന്നതിനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പ്രൊഡക്റ്റ് പൊസിഷനിങ് നോക്കുന്ന സമയത്ത് ഇതൊരു പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്നൊക്കെ പറയുന്നത് ഒരു കോർ കൺസെപ്റ്റ് ആണ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിന്റെ ഒരു കോർ കൺസെപ്റ്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ ഒരു പ്രൊഡക്റ്റ് പൊസിഷൻ സ്ട്രാറ്റജി നമുക്ക് ഫോം ചെയ്യാം എന്നുള്ളതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു എക്സാമ്പിൾ, ഓരോ കമ്പനീസ് ആ ഒരു പ്രൊഡക്റ്റ് പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് എക്സാമ്പിൾസ് ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അപ്പൊ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ തന്നെ വേണമെങ്കിൽ എക്സാമിന് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു എഫക്റ്റീവ് ടിപ്സ് എന്നൊക്കെ പറയുന്നത് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ടിപ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അത് എന്താണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യണത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. മിയർലി ചുമ്മാ കാണാതെ പഠിക്കാണ്ട് അത് എന്താണ് ആ കൺസെപ്റ്റ് കൊണ്ട് ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഒക്കെ ഒരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചുറ്റിനും ഒരുപാട് അഡ്വർടൈസ്മെന്റ്, ഒരുപാട് മാർക്കറ്റിംഗ് സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അത് ഏതെങ്കിലും എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ നോക്കുക. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മറന്നു പോകില്ല. നമ്മൾ കാണാതെ പഠിക്കുകയല്ല, നമ്മൾ ആ ഒരു സാധനം മനസ്സിലാക്കി പഠിക്കുമ്പോൾ തന്നെ നമുക്കത് എക്സാമിന് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അടുത്തത് പാസ്റ്റ് പേപ്പേഴ്സ് വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് 5 അറ്റംപ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു കീ കൺസെപ്റ്റ്സും കാര്യങ്ങളും ഇമ്പോർട്ടൻസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ
ഇങ്ങനെയുള്ള പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് പോയിന്റ്സ് ആണ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസേഴ്സ് എഴുതി നോക്കുക. നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ, നമുക്ക് പോയിന്റ് വൈസ് എല്ലാം ഓർത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് സെൽഫായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഓരോ ടോപ്പിക് പഠിക്കുന്ന സമയത്തും റിയൽ വേൾഡ് നമ്മുടെ ചുറ്റിനുള്ള എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. അതാകുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവും. എന്ന് വെച്ചാൽ ആ ഒരു നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് കൂടുതൽ കുറച്ച് സ്പോണ്ടേനിയസ് ആയിട്ടും റോബസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറ്. അടുത്തത് അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് സെക്ഷൻ ബിയിൽ വരുന്നത് കൂടുതലും കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ ബെറ്റർ ആയിട്ട് ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. സമ്മറി നോട്ട്സ് നിങ്ങൾ ഇതാക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ എക്സാമിന്റെ ഒരു 1 hour ബിഫോർ, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം സെന്ററിൽ ചെന്നിട്ട് ഒരു 1 hour ബിഫോർ നിങ്ങൾ എക്സാം സെന്ററിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ആ ഒരു സ്റ്റേജസ് ഏതൊക്കെയാണ് അത് ജസ്റ്റ് ഒരു ആ നോട്ട്സ് ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ നോട്ട്സ് ഒക്കെ നിങ്ങളെ വല്ലാണ്ട് സഹായിക്കും. കാരണം എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും നമുക്ക് അപ്പൊ ആ നേരത്തെ മൊത്തത്തിൽ മറിച്ച് നോക്കാനുള്ള ഒരു സമയം കിട്ടില്ല. അപ്പൊ ആ ഒരു ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വിക്ക് റിവിഷന് വളരെയധികം അത് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. പിന്നെ സ്റ്റഡി ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ സെയിം കോഴ്സ് ചെയ്യുന്ന ഒരു പിയർ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ഈ കൺസെപ്റ്റും പിന്നെന്താ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള ഓരോരോ ഐഡിയാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്റ്റഡീസ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ഒരു പാസ്റ്റ് എക്സാംസിന്റെ അനാലിസിസിന്റെ ബേസിൽ ഒരു റിക്കറിംഗ് ടോപ്പിക്സും അതിന്റെ ഒരു എസ്റ്റിമേറ്റഡ് ആവറേജ് മാർക്സും നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഒരു മിനിമം 4 മാർക്സിന് ചോദിക്കുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് 4 മാർക്കിന് ചോദിക്കുന്നുണ്ട്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ 4 മാർക്കിന് ചോദിക്കുന്നുണ്ട്, മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് ഒരു 3 മാർക്സിനെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പ്രൊഡക്റ്റ് പൊസിഷനിങ്ങും 3 മാർക്സെങ്കിലും മിനിമം വരുന്നുണ്ട്. ഈ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇത്രയും ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡ് എക്സാം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ചിട്ട് ആക്റ്റീവായിട്ട് സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. എന്താ കൺസെപ്റ്റ് അറിയാണ്, ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്ത് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ തന്നെ നന്നായിട്ട് തന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ടിപ്സും ട്രിക്സ് ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എ പാർട്ട് ഡിഫൈൻ ഡിജിറ്റൽ marketing. How does it differ from traditional marketing? Discuss the importance of digital marketing in today's business environment. B part question വരുന്നത് describe the various types of digital marketing strategies. Choose one type and explain how a company might implement it effectively. തേർഡ് ക്വസ്റ്റ്യനിലെ എ പാർട്ട് വാട്ട് ഈസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഡിസ്കസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് സ്യൂട്ടബിൾ ഫോർ ഈ സ്റ്റേജസ് ഓഫ് ദ PLC. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്റെ വാരിയസ് സ്റ്റേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനിലുള്ളത്. തേർഡ് ക്വസ്റ്റ്യന്റെ ബി പാർട്ട് യൂസിങ് എ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഓഫ് യുവർ ചോയ്സ് എക്സ്പ്ലെയിൻ ഹൗ ദ ബ്രാൻഡ് ഹാസ് മാനേജ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇപ്പൊ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊബൈൽ ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് അവരുടെ വാരിയസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എ പാർട്ട് ഡിസ്ക്രൈബ് ദ കോമ്പണൻസ് ഓഫ് ദ മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്. ഹൗ ക്യാൻ ചേഞ്ചസ് ഇൻ ദ മാക്രോ എൻവയോൺമെന്റ് എഫക്ട് എ കമ്പനീസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഫോർത്തിൽ തന്നെ സെക്കൻഡ് ബി പാർട്ട് ക്വസ്റ്റ്യൻ കണ്ടക്ട് എ SWOT അനാലിസിസ് for a well-known retail brand. Discuss how the brand can leverage its strengths and opportunities to overcome its weakness and threats. SWOT analysis വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. അതാണ് SWOT അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു വെൽ നോൺ റീറ്റെയിൽ ബ്രാൻഡിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ എന്താണെന്നുള്ള രീതിയിൽ ഒരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഫിഫ്ത്ത് വൺ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 3 of the following. First one, importance of product positioning. B question, steps in planning sales promotion program. Third one, integrated marketing communication, IMC. Challenges in rural marketing ആണ് fourth question.
ആൻഡ് ഫിഫ്ത്ത് വൺ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. ഇതിലുള്ള ഏതെങ്കിലും മൂന്ന് ടോപ്പിക്കിനെ പറ്റിയിട്ട് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതോടുകൂടെ എ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി ബി പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒരു കേസ് സ്റ്റഡി ആണ്. Pioneer Limited, a well-established company in the consumer electronics market, is planning to launch a new line of smart home devices. The company aims to position itself as a leader in innovative, user-friendly smart home solutions. With increasing competition in the smart home market, Pioneer Limited needs a robust marketing strategy to ensure the successful launch and sustained growth of its new product line. കേസ് സ്റ്റഡിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈനിയർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനി കൺസ്യൂമർ ഇലക്ട്രോണിക്സ് മാർക്കറ്റിലോട്ട് കൺസ്യൂമർ ഇലക്ട്രോണിക് മാർക്കറ്റിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവര് സ്മാർട്ട് ഹോം ഡിവൈസസിന്റെ ഒരു ന്യൂ പ്രൊഡക്റ്റ് ലൈൻ ആണ് ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സെക്ഷൻ ബിയിലുള്ള കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ propose a segmentation, targeting and positioning strategy for Pioneer Limited new smart home devices. Second one, identify the key elements of the marketing mix that Pioneer Limited should focus on for the product launch. Provide specific recommendations for each element. And second question, discuss the role of digital marketing in the promotion of Pioneer Limited's new smart home devices. Suggest suitable digital marketing strategies that the company could employ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ തരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലൈസ് ഹൗ പയനിയർ ലിമിറ്റഡ് ക്യാൻ യൂസ് കൺസ്യൂമർ ഫീഡ്ബാക്ക് ആൻഡ് മാർക്കറ്റ് റിസർച്ച് ടു കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് സ്മാർട്ട് ഹോം ഡിവൈസസ് ആൻഡ് സ്റ്റേ കോമ്പറ്റീറ്റീവ് ഇൻ ദ മാർക്കറ്റ്. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സെക്ഷൻ എയിലെ 5 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ആൻഡ് സെക്ഷൻ ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാൻഡേറ്ററി ആണ്, ലൈക്ക് യൂണിവേഴ്സിറ്റി എക്സാം പോലെ തന്നെ. ഇതൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസും കൂടെ മാക്സിമം എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ, സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത് വിഷ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.